ഫസ്റ്റ് നമുക്ക് ഇൻറ്റീരിയറിലുള്ള ഫുൾ വർക്ക് ചെയ്യാം. ഇൻറ്റീരിയറിൽ തന്നെ റൂഫാണ്. റൂഫ് ക്ലീനിങ്ങിൽ തൊട്ടാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നത്. നമുക്ക് റൂഫ് ക്ലീനിങ് എങ്ങനെയെന്ന് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണാം. നമ്മൾ ഈ റൂഫ് ക്ലീനിങ്ങിൽ 3 ടൈപ്പുള്ള മെറ്റീരിയലാണ് വരുന്നത്: സോഫ്റ്റ്, മീഡിയം, ഹാർഡ്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കെമിക്കൽ സ്പ്രേ ചെയ്തിട്ട് ഹാർഡ് ബ്രഷസ് ഉപയോഗിച്ച് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ തുണി പൊങ്ങി വരുന്ന ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു മെറ്റീരിയൽ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ മെറ്റീരിയലിനെ സേഫ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഇന്റീരിയർ ക്ലീനിങ് അത് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് റൂഫ് ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അപ്പോൾസറി ക്ലീനറാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന കെമിക്കൽ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷ്, അതേപോലെ ക്ലോത്ത്സ്, സ്പോഞ്ച്, ഇത്രയും സാധനങ്ങളാണ്. അതപ്പോൾ നമ്മൾ 3 ടൈപ്പ് ക്ലീനിങ് ഉണ്ട്. അതായത് 3 സെക്ഷൻ ഉണ്ട് ഈ വണ്ടികളിലെ ഈ മെറ്റീരിയൽസ് തമ്മിൽ. അപ്പോൾ സോഫ്റ്റ്, ഹാർഡ്, മീഡിയം എന്ന് പറയുമ്പോൾ ഇത് ഒരു മീഡിയം സെക്ഷനിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ടോപ്പിലെ ഒരു റൂഫിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മീഡിയമാണ്, തീരെ സോഫ്റ്റ് അല്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റിൽ തന്നെ നമ്മൾ ഇത് ഒരു മീഡിയം ആയതുകൊണ്ട് നമുക്കിത് ഹാർഡ് ബ്രഷ് ആയതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് തന്നെ നേരത്തെ ഇക്ക പറഞ്ഞ പോലെ തന്നെ ഇത് ഡാമേജ് ആവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഈ ബ്രഷ് കവർ ചെയ്തിട്ട് നമ്മളിപ്പോൾ എവിടെയാണോ, ഏത് ഏരിയ ആണ് നമ്മൾ മാർക്ക് ചെയ്ത് ചെയ്യാൻ പോകുന്നത് അവിടെ മാത്രമായിട്ട് നമ്മൾ കെമിക്കൽ അടിച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ലൈറ്റായിട്ട്, ഒരുപാട് നമ്മൾ വെയിറ്റ് കൊടുത്ത് ചെയ്യാൻ പാടില്ല. ഒരുപാട് ടൈറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലിന് ഡാമേജ് വരും. അപ്പോൾ നമ്മളൊരു ലൈറ്റായിട്ട് വേണം ഒരു ബലം കൊടുത്തിട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ആ ബ്രഷിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് ഉണ്ട്. അത് മാത്രമല്ലാതെ നമ്മൾ കൂടാതെ ഇത് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ട് ഒരു ക്ലോത്ത് നമ്മൾ മാറ്റി വെച്ചേക്കണം സെപ്പറേറ്റ്. അപ്പോൾ അത് വെച്ച് വേണം നമ്മൾ ഈ ഒരു കെമിക്കലിനെ നമ്മൾ വൈപ്പ് ചെയ്തെടുക്കാൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ വാക്യൂം ചെയ്ത് ഈ നനവിനെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കും. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു മീഡിയം മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ റൂഫ് ക്ലീനിങ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴേക്കും സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നത് നോർമലി അതൊരു പ്രീമിയം കാർസിനൊക്കെയാണ് തീരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു റൂഫ് മെറ്റീരിയൽ വരുന്നത്. നോർമലി അല്ലാതെയുള്ള കാറുകൾക്കൊന്നും ഇത് വരാറില്ല. അപ്പോൾ നമ്മളിത് ഒരു വണ്ടിക്കകത്താണ് ഇതിപ്പോൾ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഈ ഒരു വണ്ടിക്കകത്ത് തന്നെ ഒരു സോഫ്റ്റ് മെറ്റീരിയലിനകത്ത് നമ്മൾ എങ്ങനെയാണ് ക്ലീനിങ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഹാർഡ് മെറ്റീരിയലിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മൾ ഈ റൂഫ് ക്ലീനിങ് ചെയ്യുന്നതെന്ന് ഇതിനകത്ത് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് സോഫ്റ്റ് മെറ്റീരിയൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബ്രഷിൻ്റെ ആവശ്യമില്ല. അതേപോലെ ബ്രഷ് കവർ ചെയ്ത്, അതായത് നമ്മുടെ ക്ലോത്ത്സ് കവർ ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് എടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും മെറ്റീരിയൽ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ ഈ മെറ്റീരിയലിനകത്തേക്ക് നമ്മൾ കെമിക്കൽ സ്പ്രേ ചെയ്തുകൊണ്ട് ഈ സ്പോഞ്ച് വെച്ചിട്ട് റബ്ബ് ചെയ്ത് വേറൊരു നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഡസ്റ്റിനെ വൈപ്പ് ചെയ്തെടുക്കുന്നു. ഇത് തന്നെയാണ് പ്രോസസ്സ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് വൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സോഫ്റ്റ് മെറ്റീരിയലിനകത്ത് വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതും ഒരുപാട് കെയർലെസ് ആയിട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. കാരണം മെറ്റീരിയൽ കംപ്ലൈൻ്റ് ആകരുത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിത് വൈപ്പ് ചെയ്യുമ്പോൾ മാക്സിമം ഈ കെമിക്കൽ നമ്മുടെ ഈ മെറ്റീരിയലിനകത്ത് ഇരുന്ന് പതയും. നമ്മൾ വൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് പത കൂടി വരുന്നത്. ആ പത കൂടുമ്പോഴാണ് നമ്മുടെ ഈ അഴുക്കിളകത്തുള്ളൂ. അല്ലാതെ നമ്മൾ 1-2 വട്ടം റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് പതനൊന്നും വരത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ പരിപാടി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അഴുക്ക് വലിയാനുള്ളൊരു ചാൻസ് വളരെ കുറവായിരിക്കും കേട്ടോ. ബാക്കി സ്റ്റെപ്സ് എല്ലാം ഞാൻ മുമ്പ് കാണിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതിപ്പോൾ കണ്ടല്ലോ.